ഈ രാമക്ഷേത്രവും ബാബറി മസ്ജിദ് പൊളിച്ചതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. എന്തായാലും അതിനെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജനങ്ങളെ അതിനെപ്പറ്റി എടുത്തു പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നല്ലത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ജോലി ചെയ്ത് കാശുണ്ടാക്കിയ നിങ്ങൾക്ക് ജീവിക്കാം, അത്ര തന്നെ. എന്തായാലും ഞാനെന്ന് പറയാൻ പോകുന്ന സിനിമയ്ക്ക് രാമക്ഷേത്രവുമായിട്ടോ ബാബറി മസ്ജിദുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. പക്ഷെ ബന്ധമുണ്ട് നമ്മുടെ രാജ്യവുമായിട്ട്. നമ്മുടെ രാജ്യത്തെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യവുമായിട്ട് ഈ സിനിമയ്ക്ക് ബന്ധമുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ സിനിമ തുറന്നു കാട്ടിയത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് നമ്മുടെ രാജ്യത്ത് ബാൻ കിട്ടിയത്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് 2014 പുറത്തിറങ്ങിയ അൺഫ്രീഡം എന്ന ഹിന്ദി ചിത്രത്തെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണകൂടത്തെ കത്തിക്കുന്ന തരത്തിലാണ് സംവിധായകൻ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് കണ്ട് മരവിച്ച് ഞാൻ കുറെ നേരം അങ്ങനെ അങ്ങ് ഇരുന്നു പോയി. സത്യം പറഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സിനെ പറ്റി എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതെന്താണെന്ന് നിങ്ങൾ തന്നെ ഈ സിനിമ കണ്ട് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കഥയെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വയലൻസും സെക്സ് കണ്ടന്റും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ 18 വയസ്സ് കഴിഞ്ഞവർ മാത്രം ഈ സിനിമ കാണുക. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ ബാൻ കിട്ടിയതെന്ന്. ലെസ്ബിയൻസ് ആയ 2 പെൺകുട്ടികളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. എന്നാൽ ഇത് അവരുടെ മാത്രം കഥയല്ല. ഇതിൽ വേറെയും ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം പിന്നീട് കണക്കായി വരുന്നുമുണ്ട്. സ്വവർഗരതി, ജാതി, മതം, മത തീവ്രവാദം, ഇതൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ജനിച്ച എല്ലാ പേരും ഉറപ്പായും കാണേണ്ട ഒരു സിനിമ. കണ്ടു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാകും.